ഹായ്, നമ്മൾ കാത്തിരുന്ന പരീക്ഷ നാളെയാണ്. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ പരീക്ഷ എഴുതാൻ പോകുന്നത്. ചിലവർക്ക് പേടി ഉണ്ടാവും, ചിലവർക്ക് സന്തോഷമാണ്. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ലക്ഷ്യം നാളത്തെ പരീക്ഷ നന്നായി എഴുതി ക്വാളിഫൈഡ് ആവുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ പരീക്ഷയിൽ നമ്മൾ ക്വാളിഫൈഡ് ആവാത്തതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കാത്തത് കൊണ്ടൊന്നും അല്ല, അല്ലേ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടൊന്നും അല്ല. മറ്റ് ചില കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മേ ബി കഴിഞ്ഞ പരീക്ഷയിലെ ക്വാളിഫിക്കേഷൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ അത് ഏതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ ലഭിക്കാതെ പോകുന്നത് എന്നുള്ള കാര്യം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ ആ ഒരു അബദ്ധങ്ങൾ ചെയ്യരുത്. അങ്ങനെ അബദ്ധങ്ങൾ ചെയ്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പഠിക്കാത്തത് കൊണ്ട് മാത്രമല്ല ക്വാളിഫിക്കേഷൻ നഷ്ടമാകുന്നത്, ചില കാരണങ്ങൾ കൂടി അതിനുണ്ട്. അതായത് നമുക്കത് തുടക്കം മുതലേ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഹോൾ ടിക്കറ്റിൽ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഹോൾ ടിക്കറ്റിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഹോൾ ടിക്കറ്റ് എന്ത് ചെയ്യണം, പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ID കാർഡ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് എങ്ങനെയുള്ള ID കാർഡ് ആയിരിക്കണം? ഹോൾ ടിക്കറ്റിൽ പറയുന്നത് പ്രകാരം ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡായിരിക്കണം. അതിൽ നമുക്ക് ഏതൊക്കെ ഐഡൻറ്റിറ്റി, നമ്മുടെ ഫോട്ടോ പതിച്ച നമ്മുടെ കാര്യങ്ങൾ എടുത്തിട്ട് പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു തന്നിട്ടുള്ള വോട്ടേഴ്സ് ID കാർഡ് കൊണ്ടുപോകാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം, പാസ്പോർട്ട് കൊണ്ടുപോകാം, പാൻ കാർഡ് കൊണ്ടുപോകാം. അങ്ങനെ അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ വകുപ്പ് ഭിന്നശേഷി വിഭാഗക്കാർക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള എന്ത് കൊണ്ടുപോകാം, തിരിച്ചറിയൽ കാർഡ് കൊണ്ടുപോകാം. ഗവൺമെൻറ് ജീവനക്കാരാണെങ്കിൽ അതാത് വകുപ്പ് അല്ലെങ്കിൽ അതാത് സ്ഥാപനം നൽകുന്ന തിരിച്ചറിയൽ കാർഡ്, അതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ആധാർ കാർഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിറ്റി കാർഡായിട്ട് നമുക്ക് ഒപ്പം കൂടെ കൊണ്ടുപോകാവുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഒറിജിനൽ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പലരും ഡ്രൈവിംഗ് ലൈസൻസ് എന്ത് ചെയ്യാറുണ്ട്, കോപ്പി എടുത്ത് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് പോകുന്ന ധൃതിയിൽ നമ്മൾ മേ ബി ആ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും കൊണ്ട് പോയി പരീക്ഷ എഴുതാതെ മടങ്ങി വരുന്ന സ്ഥിതി ഒരുപാട് പരീക്ഷാ ഹാളിൽ, നമ്മുടെ കേട്ടറ്റ് പരീക്ഷ ആയിക്കോട്ടെ, PSC പരീക്ഷ ആയിക്കോട്ടെ, അതിലെല്ലാത്തിലും നടക്കുന്നതാണ്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒറിജിനൽ ആണോ എടുത്തിട്ടുള്ളത്, ഡ്യൂപ്ലിക്കേറ്റ് ആണോ എടുത്തിട്ടുള്ളത്, നമ്മളൊന്ന് മനസ്സിലൊന്ന് നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക. മേ ബി എല്ലാവരുടെയും വാലറ്റിൽ എന്തുണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. അപ്പോൾ അത് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ കോപ്പി കൊണ്ടുപോവുക, സെൽഫ് അറ്റസ്റ്റഡ് എന്നുള്ള രീതിയിൽ ഒന്ന് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ത് ചെയ്യുക, ഒരു ID കാർഡ് ഒന്ന് ഫോട്ടോ കോപ്പി എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. നമുക്ക് മറ്റ് ചിലവൊന്നുമില്ല. കാരണം നമ്മൾ ഇത്രയും കാലം പഠിച്ച് വന്ന ഒരു പരീക്ഷയാണ്. ഇത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും എഴുതാതെ പോവരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റും അതുപോലെ ID കാർഡും ബോൾ പോയിൻറ്റ് പെന്നും, അല്ലെ, നീല മഷിയോ കറുപ്പ് മഷിയോ ആയിട്ടുള്ള ബോൾ പോയിൻറ്റ് പെന്നേ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ മറ്റു വസ്തുക്കളോ പേപ്പറുകളോ ഒന്നും ഹാളിനകത്ത് കൊണ്ടുപോകരുത് എന്ന് വ്യക്തമായിട്ട് നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, അവിടെ വളരെ മാന്യമായിട്ട് നമ്മുടെ ഇൻവിജിലേറ്റേഴ്സിനോട് വളരെ മാന്യമായിട്ട് നമ്മൾ പെരുമാറണം. അത് നമ്മളെല്ലാവരും പെരുമാറും എന്നറിയാം, എങ്കിലും നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് എത്തുന്നതിന് പരീക്ഷയ്ക്ക് അരമണിക്കൂർ മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, 30 മിനിറ്റ് മുമ്പ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തേണ്ടതാണ്. ഒരിക്കലും പരീക്ഷ തുടങ്ങുന്ന സമയത്ത് കയറി പോകാമെന്ന് വിചാരിക്കരുത്. അതിന് അരമണിക്കൂർ മുമ്പ് നിങ്ങൾ അവിടെ എത്തുക. നമ്മൾ ചെയ്യാനുള്ള കാര്യം ഹോൾ ടിക്കറ്റിലും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത് അരമണിക്കൂർ ആണെങ്കിലും നമുക്കൊരു 1.5 മണിക്കൂർ മുമ്പ് പോകുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടുത്തെ എൻവയോൺമെൻറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഇണങ്ങി ചേരുന്നതിന് നമ്മൾ നേരത്തെ എത്തുന്നത് ഉപകരിക്കും. മാത്രമല്ല നമ്മൾ പോകുന്നത് ബസ്സിലോ
ബൈക്കിലോ കാറിലൊക്കെ ആയിരിക്കും. മേ ബി അവിടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാത്ത അവസരങ്ങൾ വരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ എത്തുക എന്നുള്ളതാണ്. അത് നിങ്ങൾ നേരത്തെ പോകുന്നറിയാം, കാരണം കാത്തിരുന്ന പരീക്ഷയാണ്, കൈവിട്ട് കളയാൻ നിങ്ങൾക്ക് ആർക്കും മനസ്സ് കാണില്ല. ഓക്കെ, ആ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പരീക്ഷാ സമയത്തല്ലാതെ, പരീക്ഷാ സമയം കഴിഞ്ഞിട്ടല്ലാതെ നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കില്ല. അതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നൊരു കാര്യമല്ല. മൊബൈൽ ഫോണ്, കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ച്, അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ എന്ത് ചെയ്യില്ല, പരീക്ഷാ ഹാളിൽ അനുവദനീയമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പരീക്ഷാ ഹാളിലുള്ള ഇൻവിജിലേറ്ററുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹാജർ ബുക്കിൽ ഒപ്പുവെക്കേണ്ടതാണ്. അവിടെ ഒരു ഹാജർ ബുക്ക് ഉണ്ടായിരിക്കും, അതിൽ ഒപ്പുവെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലും നിങ്ങൾക്ക് അവിടെ ഒപ്പുവെക്കേണ്ട ഒരു സ്ഥലമുണ്ട്, ഹാൾ ടിക്കറ്റിൽ ഒപ്പുവെക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഇൻവിജിലേറ്റർ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, പരീക്ഷാർത്ഥികളുടെ ഉത്തരവാദിത്വമാണെന്ന് നോട്ടിഫിക്കേഷനിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി നിങ്ങൾ പരീക്ഷ എഴുതും, ഇൻവിജിലേറ്റർ ഒപ്പുവെച്ച് തന്നിട്ടില്ല, നിങ്ങൾ പരീക്ഷ എഴുതുന്നു, അത് പാസ്സാവുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഉറപ്പായിട്ട് നിങ്ങൾ പാസ്സാവുമല്ലോ. പാസ്സായ ശേഷം സർട്ടിഫിക്കറ്റിന് വേണ്ടി, വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ ഹാൾ ടിക്കറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. വെറുതെ ഹാൾ ടിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ പോരാ, നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ ഇൻവിജിലേറ്റർ ഒപ്പുവെച്ച് തന്നിട്ടുള്ള ആ ഇൻവിജിലേറ്ററുടെ സൈനുള്ള ഹാൾ ടിക്കറ്റ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെരിഫിക്കേഷൻ സമയത്ത് പോവേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻവിജിലേറ്റർ ഒപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വെരിഫിക്കേഷൻ നടക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹാൾ ടിക്കറ്റിൻ്റെ പ്രാധാന്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. പരീക്ഷ കഴിഞ്ഞെന്ന് പറഞ്ഞ് ഹാൾ ടിക്കറ്റ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി കളയരുത്, സൂക്ഷിച്ച് ഭദ്രമാക്കി കയ്യിൽ വയ്ക്കുക. ഈ ഒരു ഹാൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ മേ ബി അല്ല, നമുക്ക് ഉറപ്പായിട്ടും വെരിഫിക്കേഷന് പോകണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഹാൾ ടിക്കറ്റിന് അപ്ലൈ ചെയ്യണം. അത് ഒരുപാട് പ്രൊസീജിയറാണ്. ചലാനടയ്ക്കണം, അപേക്ഷ കൊടുക്കണം അല്ലേ, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. എന്തിനാ, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നാളെ പോയി പരീക്ഷ എഴുതുന്നു, ഇൻവിജിലേറ്റർ ഒപ്പുവെച്ച് തരുന്നു, അത് പരീക്ഷ നന്നായി നല്ല ഭംഗിയിൽ വൃത്തിയായി എഴുതി നമ്മൾ പാസ്സാവുന്ന രീതിയിൽ തന്നെ എഴുതിയിട്ട് വീട്ടിലേക്ക് വരിക, ഭദ്രമായിട്ട് ഹാൾ ടിക്കറ്റ് കയ്യിൽ വയ്ക്കുക. ഹാൾ ടിക്കറ്റ് ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഹാൾ ടിക്കറ്റിൻ്റെ കാര്യം. പരീക്ഷയ്ക്ക് പോകുന്ന കാര്യം, എന്തായാലും നിങ്ങൾ വെള്ളം എടുത്തിട്ട് പോവുക, ചൂടാണ്, അപ്പോൾ കുറച്ച് ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ച് സമാധാനത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പരീക്ഷ എഴുതുക. ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരീക്ഷാ ഹാളിൽ ഇതെല്ലാം, ഇതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു PSC പരീക്ഷ എഴുതിയ ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ എഴുതിയ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ്, കേട്ടറ്റ് പരീക്ഷയ്ക്ക് മാത്രം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ഇരിക്കുന്ന അവിടെ കോഡ് ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഓരോ ആൽഫബറ്റ് കോഡായിരിക്കും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക, ആൻസർ ഷീറ്റ് കിട്ടുക അല്ലേ. ABCD ഇങ്ങനെ 4 കോഡ് ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന ചോദ്യ പുസ്തകങ്ങളിൽ 4 കോഡ് ഉണ്ടാവും. ഓരോ കാറ്റഗറിയിലും പരീക്ഷ എഴുതുന്നവർക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നിങ്ങനെ 3 വ്യത്യസ്ത ഭാഗങ്ങൾ ഉണ്ടാവും. ഏതിൽ, നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ്. ആ ബുക്ക്ലെറ്റിന് 1, 2, 3 എന്നുള്ള രീതിയിൽ 3 പാർട്ട് ഉണ്ടാവും. ഈ 3 പാർട്ടും ഒരേ ആൽഫബറ്റ് കോഡാണ് എന്ന് നിങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്. അതങ്ങനെ തരും എങ്കിലും നിങ്ങളത് ഉറപ്പുവരുത്തണം. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ എനിക്ക് ആൽഫബറ്റ് കോഡ്, എൻ്റെ രജിസ്റ്റർ നമ്പർ പ്രകാരം, എൻ്റെ റോൾ നമ്പർ പ്രകാരം എനിക്ക് A ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. 3 ബുക്ക്ലെറ്റ് ആണല്ലോ ക്വസ്റ്റ്യൻ ബാങ്ക് അല്ലെ, ക്വസ്റ്റ്യൻ ബുക്ക്. ആ 3 ബുക്ക്ലെറ്റിലും A ആണ് എൻ്റെ ക്വസ്റ്റ്യൻ കോഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വയം ഉറപ്പുവരുത്തണം. അങ്ങനെ സ്വയം ഉറപ്പുവരുത്തേണ്ട രണ്ടാമത്തെ കേസാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്നാമത്തെ കേസ് എന്തായിരുന്നു, ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ്, ഓരോ കാറ്റഗറിയിലും പരീക്ഷ എഴുതുന്നവർ പാർട്ട് 1, 2, 3 എന്നിങ്ങനെ 3 വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. 3 ഭാഗങ്ങൾക്കും ഒരേ സെറ്റ് ആൽഫ കോഡ് ചോദ്യപുസ്തകങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ഉറപ്പുവരുത്തേണ്ടതാണ് എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും, ചോദ്യപേപ്പർ അല്ലെങ്കിൽ മൂല്യനിർണ്ണയ സമയത്ത്, വാല്യുവേഷൻ സമയത്ത് OMR ഷീറ്റ് അസാധുവാകും. പാർട്ട് എ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, പാർട്ട് 1 അത് ആൽഫ കോഡ് A വെച്ച് നമ്മൾ എഴുതി. പാർട്ട് 2 നമ്മൾ B വെച്ചാണ് എഴുതുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ OMR ഷീറ്റ് അസാധുവാകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഒരേ ആൽഫ കോഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കി ഉറപ്പുവരുത്തി വേണം പരീക്ഷ എഴുതാൻ. അങ്ങനെ എന്തെങ്കിലും B കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവിജിലേറ്ററെ അറിയിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് ആദ്യമായി പരീക്ഷ എഴുതാൻ പോകുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ്. ഒന്നിൽ കൂടുതൽ തവണ പരീക്ഷ എഴുതിയവർ മേ ബി അവരുടെ ടെൻഷൻ കൊണ്ട് മാറിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കൊരു
ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ഇൻവിജിലേറ്ററെ അറിയിച്ചിട്ട് എന്ത് ചെയ്യുക, ചോദ്യപേപ്പർ മാറ്റി വാങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, ചോദ്യപുസ്തകം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ പരീക്ഷാർത്ഥി ചോദ്യപുസ്തകത്തിൻ്റെ ഭാഗത്ത് ഒപ്പിടണം. ചോദ്യപുസ്തകത്തിൽ എന്ത് ചെയ്യണം, ഒപ്പിടണം. അപ്പോൾ നമ്മൾ ചോദ്യപേപ്പർ നോക്കുന്ന സമയത്ത് എല്ലാം നോക്കുക, ഒന്ന് മറിച്ച് നോക്കി ചോദ്യപേപ്പറിൽ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല, എല്ലാ നമ്പേഴ്സും എല്ലാ ക്വസ്റ്റ്യൻ നമ്പേഴ്സും ഉണ്ട് എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് ജസ്റ്റ് ഒപ്പിടുക എന്നുള്ളതാണ്. ഇനി ഉത്തരക്കടലാസ് നോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരക്കടലാസിൽ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. ആ നിർദ്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചിരിക്കണം. നീലമഷി പേന അല്ലെങ്കിൽ കറുപ്പ് മഷി പേന, ബോൾ പോയിന്റ് പെന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉത്തരക്കടലാസ് നമുക്ക് ലഭിക്കുന്ന സമയത്ത് ഉത്തരക്കടലാസ് നോക്കി അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, പ്രിൻറ്റിംഗ് മിസ്റ്റേക്കോ അല്ലേ മറ്റ് മഷി പരന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റി വാങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ ഉത്തരക്കടലാസ് ഒരു കാരണവശാലും മടക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റഫ് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് OMR ഷീറ്റിൽ എന്ത് ചെയ്യരുത്, ഉത്തരക്കടലാസിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു റഫ് വർക്കും ചെയ്യാൻ പാടില്ല. മേ ബി ഒരു കണക്കായിരിക്കും, നമ്മൾ കാറ്റഗറി 2 കാറ്റഗറി 1 സംബന്ധിച്ച് ജസ്റ്റ് ഒരു ഒന്ന് എഴുതി നോക്കിയാൽ കിട്ടുന്ന കണക്കായിരിക്കും. അപ്പോൾ പെട്ടെന്ന് സമയം പോകണ്ടെന്ന് വേണ്ടി OMR ഷീറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റഫ് വർക്ക് ചെയ്യും. അത് നമുക്ക് പ്രശ്നമാണ്. ഒരിക്കലും റഫ് വർക്ക് നമ്മുടെ OMR ഷീറ്റിൽ ചെയ്യാൻ പാടില്ല. OMR ഷീറ്റ് മടക്കാനോ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ പരീക്ഷാർത്ഥി തൻ്റെ പേര്, നമ്മുടെ പേര്, അതുപോലെ തന്നെ റോൾ നമ്പർ, അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചോദ്യപുസ്തകത്തിൻ്റെ മുൻപിൽ കൊടുത്തിട്ടുള്ള ചോദ്യ സെറ്റിൻ്റെ കോഡ് എന്നിവ ഉത്തരക്കടലാസിൽ കൊടുത്തിട്ടുള്ള നിർദ്ദിഷ്ട ഭാഗത്ത് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ പേര് വേണം, റോൾ നമ്പർ വേണം, ചോദ്യപുസ്തകത്തിൻ്റെ മുൻപേജിൽ കൊടുത്തിട്ടുള്ള ചോദ്യ സെറ്റിൻ്റെ കോഡ്, അതായത് A ആണോ B ആണോ C ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഉത്തരക്കടലാസിൽ കൊടുത്തിട്ടുള്ള OMR ഷീറ്റിൽ കൊടുത്തിട്ടുള്ള നിർദ്ദിഷ്ട സ്ഥലത്ത് പൂരിപ്പിക്കണം എന്നുള്ളതാണ്. ആ കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, കറുപ്പ്, നീല അതുപോലെയുള്ള ബോൾ പേന ഉപയോഗിച്ച് പരീക്ഷാർത്ഥി തൻ്റെ ഒപ്പ് നിർദ്ദിഷ്ട കോളത്തിൽ രേഖപ്പെടുത്തണം. ഓക്കെ, നീലമഷി അല്ലെങ്കിൽ കറുപ്പ് മഷി ബോൾ പോയിന്റ് പെൻ ആയിരിക്കണം. ഉത്തരക്കടലാസിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, സൈൻ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം ഓർമ്മയിലുണ്ടാകണം. അപ്പോൾ ആ കാര്യം ചെയ്യണം. അതുപോലെ തന്നെ കറുപ്പ്, നീല എന്നുള്ള ബോൾ പോയിന്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ഓവൽ അല്ലെങ്കിൽ സർക്കിൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, കറുപ്പിച്ച് ഉത്തരം രേഖപ്പെടുത്തണം. OMR പൂരിപ്പിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ആ ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ആ സർക്കിൾ ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യണം, കറുപ്പിക്കണം എന്നുള്ളതാണ്. ഇത് കറുപ്പിക്കാൻ ഉപയോഗിക്കേണ്ട പേന ഏത് തന്നെയാണ്, നീലമഷി അല്ലെങ്കിൽ കറുപ്പ് മഷി. നിങ്ങൾ ഒരു മഷി പേനയും കൊണ്ട് പോയാൽ മതി കേട്ടോ. ഒന്നുമില്ലെങ്കിൽ 2 നീലമഷി പേന കൊണ്ടുപോവുക, അല്ലെങ്കിൽ 2 കറുപ്പ് മഷി പേന കൊണ്ടുപോവുക. ഒരിക്കലും ഒരു കറുപ്പ് ഒരു നീലയും കൊണ്ടുപോകണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയൊന്നും മിക്സ് ആയിട്ടൊന്നും ചെയ്യേണ്ട, ഒരേ കളർ തന്നെ ഉപയോഗിക്കുക. നീലയാണോ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നതെങ്കിൽ നീലമഷി പേന, ബോൾ പോയിന്റ് പേന കൊണ്ടുപോവുക. ഓക്കെ, അത് കൊണ്ടുപോകേണ്ട പേന ഒരിക്കലും പുതിയ പേന വാങ്ങി ഫ്രഷ് ആയിട്ട് പരീക്ഷയ്ക്ക് പോകരുത്. നിങ്ങൾ ഇന്നൊരു പേന വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേന ഉപയോഗിച്ച് കണക്കുകളും അല്ലേ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിരിക്കും ആ പേന. ആ പേനയും കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പരീക്ഷയ്ക്ക് പോകാൻ എന്നുള്ളതാണ് കേട്ടോ. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഉത്തരക്കടലാസിലെ OMR ഭാഗത്ത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വിഭാഗങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണോ ഓൺലൈൻ അപേക്ഷിച്ചപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവ പേന ഉപയോഗിച്ച് OMR ഷീറ്റിൽ ബബിൾ ചെയ്ത് മാത്രം രേഖപ്പെടുത്തേണ്ടതാണ്. അതായത് ഇവിടെ പറഞ്ഞു വന്നത്, നമ്മുടെ OMR ഷീറ്റിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വിഭാഗങ്ങളുണ്ട്. ഇതിലൊക്കെ ഏതൊക്കെയാണോ വിഷയങ്ങളാണോ നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളത് ആ ഭാഗം തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺലൈൻ അപേക്ഷാ സമയത്ത് തിരഞ്ഞെടുത്ത വിഷയങ്ങൾ മാത്രമേ പരീക്ഷാ സമയത്ത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ചിലവരെന്ത് വിചാരിക്കും അറിയോ, ഇംഗ്ലീഷ് നോക്കുന്നു, പാർട്ട് A അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പേപ്പർ ലാംഗ്വേജ് പേപ്പർ ഇംഗ്ലീഷ് ചൂസ് ചെയ്തു. ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത്, പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് പാർട്ട് A അതായത് പാർട്ട് 1 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് എഴുതേണ്ടത്, പക്ഷെ മലയാളം എഴുതും. ഈസി ക്വസ്റ്റ്യൻ മലയാളത്തിലാണ് കണ്ടെന്നുകൊണ്ട് എഴുതും. തെറ്റും, അസാധുവാവും എന്നുള്ളതാണ്. നമ്മൾ ഏതാണോ ആപ്ലിക്കേഷൻ സമയത്ത് അയച്ചത് ആ ലാംഗ്വേജ് അവിടെ എഴുതാൻ പാടുള്ളൂ, ആ സബ്ജക്റ്റേ നമ്മൾ എഴുതാൻ പാടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി കേട്ടറ്റ് പരീക്ഷയിൽ പരീക്ഷാർത്ഥികളുടെ OMR അസാധുവാക്കുന്നുള്ള മറ്റ് കാരണങ്ങൾ പറയുകയാണെങ്കിൽ ABCD എന്നിങ്ങനെ 4 സെറ്റ് ആൽഫ കോഡുകൾ എവിടെയുണ്ട്, നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കാറ്റഗറി 1
ഈ ആൽഫ കോഡ് എഴുതുന്നത് വളരെ ശ്രദ്ധിച്ച് എഴുതണം. നമ്മുടെ ക്വസ്റ്റ്യൻ കോഡും നമ്മുടെ OMRന്റെ കോഡും ഒക്കെ കറക്റ്റായിട്ട് തന്നെയാണോ നമ്മൾ ബബിൾ ചെയ്തത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി ഓരോ കാറ്റഗറിയിലും അസാധുവാകാനുള്ള ചില കാരണങ്ങളുണ്ട്. അതിൽ കാറ്റഗറി 1 അസാധുവാകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 2 പാർട്ട് 3 ഭാഷകൾ ഓൺലൈൻ അപേക്ഷാ സമയത്ത് തിരഞ്ഞെടുത്തതായിരിക്കണം OMRൽ എന്ത് ചെയ്യേണ്ടത് OMR ഷീറ്റിൽ ചൂസ് എനിവൺ എന്ന കോളത്തിൽ ബബിൾ ചെയ്യണം. അത് നമ്മൾ മറന്നു പോകരുത്. അതായത് ചൂസ് എനിവൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 2ഉം പാർട്ട് 3 ഭാഷകളാണ് അല്ലേ. ആ ഭാഷകൾ അയക്കുന്നത് നമ്മൾ ലാംഗ്വേജ് പേപ്പറാണ് അയച്ചത്. അങ്ങനെ ലാംഗ്വേജ് പേപ്പർ നമ്മൾ ചൂസ് ചെയ്തത് എവിടെ ഉണ്ടാവും? നമ്മൾ ആപ്ലിക്കേഷൻ അയച്ച സമയത്ത് ചൂസ് ചെയ്ത ലാംഗ്വേജ് നമുക്ക് മേ ബി ഓർമ്മയില്ലെങ്കിൽ അത് എവിടെയുണ്ട്? നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുണ്ട്. ലാംഗ്വേജ് 1 ഏതാണ്, ലാംഗ്വേജ് 2 ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുണ്ട്. ഹോൾ ടിക്കറ്റ് പരിശോധിച്ചിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അപേക്ഷയിൽ തിരഞ്ഞെടുത്തതായിരിക്കണം നമ്മൾ എവിടെയും തിരഞ്ഞെടുക്കാൻ. OMR ഷീറ്റിൽ ചൂസ് എനിവൺ എന്നുള്ള കോളത്തിൽ തിരഞ്ഞെടുക്കാൻ. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം OMR അസാധുവാകും എന്നുള്ളതാണ്. ഇനി കാറ്റഗറി 2ന്റെ കേസ് പറയുകയാണെങ്കിൽ പാർട്ട് 1 കാറ്റഗറി 2ന്റെ കേസാണ്. പാർട്ട് 1 മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, സോഷ്യൽ സയൻസും ഉണ്ട്. ഓക്കെ, ഓൺലൈൻ അപേക്ഷാ സമയത്ത് പരീക്ഷാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ ഈ ഒരു കാര്യം കഴിയുന്നതല്ല. ഓക്കെ, അതായത് കാറ്റഗറി 2കാർ ഒരിക്കലും സയൻസ് വേണോ സോഷ്യൽ സയൻസ് വേണോ എന്നൊന്നും അപ്ലിക്കേഷൻ സമയത്ത് തിരഞ്ഞെടുത്തിട്ടില്ല. അത് ആ പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ പഠിച്ചത് നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ, നമുക്ക് കംഫർട്ടബിൾ ഏതാണോ അത് പരീക്ഷാ ഹാളിൽ ചെന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ, ഞാൻ എഴുതാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യം പരീക്ഷാ സമയത്ത് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതല്ല. അതൊക്കെ അപേക്ഷാ സമയത്ത് പരീക്ഷാർത്ഥിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതല്ല. ഒരു ചോദ്യ ബുക്കിലെ അല്ലെങ്കിൽ ഒരു ചോദ്യ ബുക്കിലെറ്റിൽ തന്നെ സയൻസ് ആൻഡ് മാത്സും ഉണ്ടാവും, സോഷ്യൽ സയൻസും ഉണ്ടാവും. ഇത് ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ സോഷ്യൽ സയൻസും തരും, മാത്സും തരും, സയൻസ് ആൻഡ് മാത്സും തരും അല്ലേ. ഇത് കാണുമ്പോൾ ഭഗവാനെ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ എഴുതണോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു. വേണ്ട, നിങ്ങൾക്ക് സയൻസ് ആൻഡ് മാത്സ് ആണ് എഴുതുന്നതെങ്കിൽ സയൻസിൻ്റെ ഭാഗവും മാത്സിൻ്റെ ഭാഗവും എഴുതിയാൽ മതി. സോഷ്യൽ സയൻസ് ആണ് എഴുതുന്നതെങ്കിൽ സോഷ്യൽ സയൻസ് മുഴുവനായിട്ട് എഴുതിയാൽ മതി എന്നുള്ളതാണ്. ചോദ്യ പേപ്പറിൽ രണ്ടും ഉണ്ടാവും കേട്ടോ, രണ്ടും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഉണ്ടാവുക. പരീക്ഷാർത്ഥിക്ക് അനുയോജ്യമായ വിഷയം OMR ഷീറ്റിൽ ചൂസ് റെസ്പെക്റ്റീവ് സബ്ജക്റ്റ് എന്നുള്ളത് രേഖപ്പെടുത്തിയതിൻ്റെ താഴെ ഏതെങ്കിലും ഒരു വിഷയത്തിന് നേരെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ചൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടും കണ്ടു എന്ന് പറഞ്ഞാൽ രണ്ടും എഴുതരുത്. അങ്ങനെ എഴുതിയ ആളുകളുണ്ട്, അങ്ങനെ എഴുതിയ ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ചൂസ് റെസ്പെക്റ്റീവ് സബ്ജക്റ്റ് എന്നുള്ളതിന് നേരെ ഏതെങ്കിലും ഒന്നിൽ അടയാളപ്പെടുത്തുക. സയൻസ് ആൻഡ് മാത്സ് അടയാളപ്പെടുത്തിയിട്ട് സോഷ്യൽ സയൻസിൽ ഉത്തരം എഴുതരുത്. അങ്ങനെ ചെയ്യില്ല എന്നറിയാം. ഒരു സാധ്യത പറയുകയാണ്, നമ്മുടെ കൈവിട്ട് പോകാൻ പാടില്ലല്ലോ, ആ ഒരു സാധ്യത പറയുകയാണ്. അപ്പോൾ സയൻസ് ആൻഡ് മാത്സ് ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ സയൻസ് ആൻഡ് മാത്സ് തന്നെ ഉത്തരം എഴുതുക. അത് നിങ്ങൾ പഠിച്ചത് അതാണെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഇനി സോഷ്യൽ സയൻസ് ആണ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ സോഷ്യൽ സയൻസ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അല്ലാത്ത പക്ഷം OMR ഷീറ്റ് എന്താവും, അസാധുവാകും എന്നുള്ളതാണ്. ഞാൻ വെറുതെ ഇത് പറയുന്നത് എന്തിനാ അറിയോ, ഒരിക്കലും അസാധുവാക്കി കളയരുത് എന്നുള്ള കാരണം കൊണ്ട് പറയുകയാണ്. പാർട്ട് 2 പാർട്ട് 3 ഭാഷകൾ ഓൺലൈൻ അപേക്ഷയിൽ തിരഞ്ഞെടുത്തത് തന്നെ OMR ഷീറ്റിലെ ചൂസ് എനി വൺ എന്ന കോളത്തിൽ ബബിൾ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം OMR അസാധുവാകും. കാറ്റഗറി 2ന്റെ കേസിൽ രണ്ട് കേസാണ്. ഒന്ന് സയൻസ് ആൻഡ് മാത്സ് വേണോ സോഷ്യൽ സയൻസ് വേണോ, അത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ ലാംഗ്വേജ് പേപ്പർ നമ്മൾ അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ഏതാണോ ചൂസ് ചെയ്തത് അത് തന്നെ നിങ്ങൾ ഇവിടെയും ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കാറ്റഗറി 3യുടെ കേസ് എന്താണെന്ന് അറിയോ, അപേക്ഷാ സമർപ്പണ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പരീക്ഷാർത്ഥി തിരഞ്ഞെടുത്ത വിഷയങ്ങൾ പാർട്ട് 2ൽ ഒരു ഭാഷയും പാർട്ട് 3ൽ അക്കാദമിക് സബ്ജക്റ്റും ആയിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് പേപ്പർ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടാവും, പാർട്ട് 2ലെ ഒരു ലാംഗ്വേജ് പേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഇംഗ്ലീഷാണ് അപ്ലിക്കേഷൻ സമയത്ത് മേ ബി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് തന്നെ എഴുതണം. മലയാളം എഴുതി കഴിഞ്ഞാൽ എന്താവും, അസാധുവാകും. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് പാർട്ട് 3ൽ അക്കാദമിക് വിഷയം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് തന്നെ OMR ഷീറ്റിൽ ബബിൾ ചെയ്ത് മാർക്ക് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അസാധുവാകും എന്നുള്ളതാണ്. ഇനി കാറ്റഗറി 4ന്റെ കേസാണെങ്കിലോ
പാർട്ട് 2-ൽ ഒരു ഭാഷ, അതുപോലെ തന്നെ പാർട്ട് 3-ൽ പരീക്ഷാർത്ഥിയുടെ സ്പെഷ്യൽ വിഷയം, അത് ഓൺലൈൻ അപേക്ഷയിൽ തിരഞ്ഞെടുത്തത് തന്നെ വേണം എന്ത് ചെയ്യാൻ, അവിടെയും ബബിൾ ചെയ്യാനെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OMR ഷീറ്റ് ഞാനിപ്പോൾ ഈ വീഡിയോന് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ ആ OMR ഷീറ്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ട് മനസ്സിലാക്കുക. എവിടെയാണ് ലാംഗ്വേജ് പേപ്പർ സെലക്ട് ചെയ്യേണ്ടത്, എവിടെയാണ് കാറ്റഗറി 2-ൽ സയൻസ് ആൻഡ് മാത്സ് സെലക്ട് ചെയ്യേണ്ടത്, എവിടെയാണ് സോഷ്യൽ സയൻസ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് എവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏതാണ് ആൽഫ കോഡ്, അതുപോലെ തന്നെ എവിടെ നമ്മുടെ റോൾ നമ്പർ എഴുതണം, എവിടെ നമ്മുടെ പേര് എഴുതണം, എവിടേക്ക് നമ്മൾ ഒപ്പിടണം, എവിടേക്ക് ഇൻവിജിലേറ്ററെ കൊണ്ട് ഒപ്പിടിക്കണം എന്നുള്ള കാര്യമൊക്കെ ആ ഒരു OMR ഷീറ്റിൻ്റെ സാമ്പിൾ ഷീറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാനൊരു ഔട്ട്റോ വീഡിയോ ആയിട്ട് വരുന്നില്ല. ഈ ഒരു ഭാഗത്തുകൂടി തന്നെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിന് ശേഷം എന്ത് വരുന്നുണ്ട്, നമ്മുടെ സാമ്പിൾ ഷീറ്റ്. എന്തിൻ്റെ സാമ്പിൾ ഷീറ്റ്? OMR കേറ്ററ്റിൻ്റെ OMR ഷീറ്റിൻ്റെ സാമ്പിൾ ഷീറ്റ്, നമ്മുടെ പരീക്ഷാ ഭവൻ തന്നെ തന്നിട്ടുള്ള സാമ്പിൾ ഷീറ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അതിലൊരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്, അതുകൂടി കാണുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക. ഉറപ്പായിട്ടും നമുക്ക് ഈ കേറ്ററ്റ് നേടിയെടുത്തിട്ട് അടുത്ത LPSC UPSCക്ക് വേണ്ടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറാവാൻ തുടങ്ങണം. കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടുവരികയാണ് അല്ലേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് ആണിത്. ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഹോൾ ടിക്കറ്റാണ്. നമ്മുടെ കേറ്ററ്റ് ഫെബ്രുവരി 2022 ഒരു പരീക്ഷയുടെ ഹോൾ ടിക്കറ്റാണ്. ഇപ്പോൾ ഈ ഒരു ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നതിൽ കാറ്റഗറി 1-ന് വേണ്ടിയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഹോൾ ടിക്കറ്റാണ്. അതിൻ്റെ കാറ്റഗറി 1 എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ ഹോൾ ടിക്കറ്റാണ്. ഇവിടെ റോൾ നമ്പർ ഉണ്ട്, കണ്ടോ, നമ്മൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് റോൾ നമ്പർ ഉണ്ട്, അഡ്മിറ്റ് കാർഡിന് താഴെയായിട്ട് റോൾ നമ്പർ ഉണ്ട്. ആ റോൾ നമ്പർ, അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാറ്റഗറിയും ഏത് കാറ്റഗറിക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, കാറ്റഗറി അപ്ലൈഡ് എന്നുള്ളതുണ്ട്. കാറ്റഗറി 1 ഇവിടെ ലാംഗ്വേജ് പേപ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ളത് മലയാളമാണ്, ലാംഗ്വേജ് പേപ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷാണ്. ഇതാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹോൾ ടിക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറി 1-ൻ്റെ എന്താണ് ഒരു സാമ്പിൾ കോപ്പിയാണ് കേട്ടോ. സാമ്പിൾ കോപ്പിയാണ് ഇത്. പരീക്ഷാ ഭവൻ്റെ തന്നെ സൈറ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാമ്പിൾ കോപ്പിയാണ്. ഇതേ രീതിയിലുള്ള OMR ഷീറ്റാണ് നമുക്ക് ഉണ്ടാവുക. ഇത് ഒറിജിനൽ കോപ്പിയാണ്. ഇതിൻ്റെ അടിയിൽ എന്തുണ്ടാവും, ഒരു കാർബൺ കോപ്പി ഉണ്ടാവും. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർബൺ കോപ്പി കൂടി ഉണ്ടാവും. അപ്പോൾ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ പേര് എഴുതുക. അതിന് താഴെ റോൾ നമ്പർ എഴുതണം. റോൾ നമ്പർ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോൾ നമ്പർ ഇതാണ് കേട്ടോ. ഈ 11 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗത്ത്, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, റോൾ നമ്പർ എന്ന് പറയുന്നത്. ആ റോൾ നമ്പറാണ് നിങ്ങൾക്ക് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ബുക്ക്ലെറ്റ് നമ്പർ. ഈ ബുക്ക്ലെറ്റ് നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള നമ്പറാണ് ബുക്ക്ലെറ്റ് നമ്പർ. അത് എഴുതണം. അതൊരു 6 അക്ക നമ്പർ ഉണ്ട്, അത് എഴുതണം. അതിനുശേഷം ഇവിടെ ഏത് സെറ്റാണ്, ആൽഫബറ്റ് ഏതാണ് എന്നുള്ളത്, ആൽഫബറ്റ് കോഡ് A to Z, A മുതൽ D വരെ ABCD ഇങ്ങനെ 4 എണ്ണം ഉണ്ടാവും. അതിൽ ഏതാണെന്ന് വെച്ചാൽ അതിവിടെ A എന്നാണെങ്കിൽ A എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ റോൾ നമ്പർ എഴുതണം. അതുപോലെ തന്നെ അതിന് താഴെ ഇപ്പോൾ 1102 നമ്മുടെ റോൾ നമ്പർ സ്റ്റാർട്ടിങ് എങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഈ 1 എന്നുള്ളത് ബബിൾ ചെയ്യുക. അടുത്തത് ഇവിടെ 0, ഇവിടെ 2. അത് ബബിൾ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ ബബിൾ ചെയ്യണം. അത് ഇൻ കേസ് നിങ്ങൾക്ക് അത് ബബിൾ ചെയ്യാൻ അറിഞ്ഞില്ല, എങ്ങനെയാണ് ഫിൽ ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ഇൻവിജിലേറ്ററുടെ സഹായം തേടേണ്ടതാണ്. ഇൻവിജിലേറ്റർ നിങ്ങളെ അത് എന്ത് ചെയ്യും, സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ റോൾ നമ്പർ എഴുതുക, ബുക്ക്ലെറ്റ് എഴുതുക, ആൽഫബറ്റ് കോഡ് A ആണോ B ആണോ C ആണോ D ആണോ എന്ന് എഴുതുക. അത് ഏതാണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്യുക. അത് ഇവിടെ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ ഇടണം. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. ഇവിടെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒന്നും എഴുതാനോ ചെയ്യാനോ പാടില്ല. ഈ നമ്മുടെ OMR ഷീറ്റ് വളരെ വൃത്തിയോടുകൂടി നിങ്ങൾ സൂക്ഷിക്കണം. മടക്കാൻ പാടില്ല, ഫോൾഡ് ചെയ്യാൻ പാടില്ല, റഫ് വർക്കുകളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് പേപ്പർ നോക്കിയിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ്. അതായത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി പാർട്ട് 1-ൽ നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ഭാഗം എഴുതേണ്ടത്, ആ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു 1 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് ഈ ഒരു ഭാഗത്താണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന് പറഞ്ഞ ഭാഗത്താണ്. ഇനി അതേപോലെ തന്നെ മാത്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എഴുതേണ്ടത് 31 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങൾ എഴുതേണ്ടത് ഈ ഒരു ഭാഗത്താണ്. ഇതിലാണ് കറുപ്പിക്കേണ്ടത്. 31ാമത്തെ ചോദ്യം ഉറപ്പായിട്ട് എന്തായിരിക്കും, മാത്സിലൊരു ചോദ്യമായിരിക്കും. അതിവിടെ കറുപ്പിക്കണം. ഓക്കെ, ചോദ്യ പേപ്പറിൻ്റെ ആൽഫ കോഡും നിങ്ങൾ ഇവിടെ കറുപ്പിച്ച ആൽഫ കോഡും ഒന്നാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണേ. നിങ്ങൾക്ക് കിട്ടിയ ആൽഫ കോഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ
കറുപ്പിക്കണം. അത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ഉത്തരവും തെറ്റായി പോകാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി പാർട്ട് 2 സെലക്ട് ചെയ്യുന്ന സമയത്ത് പാർട്ട് 2ന്റെ ഭാഗത്ത് വരുമ്പോൾ ലാംഗ്വേജ് പേപ്പർ നമ്മളിവിടെ കാറ്റഗറി നമ്മുടെ ഈ ഒരു ഹോൾ ടിക്കറ്റ് പ്രകാരം ലാംഗ്വേജ് പേപ്പർ 1 ചൂസ് ചെയ്തിട്ടുള്ളത് മലയാളമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ത് തന്നെ എഴുതണം, പാർട്ട് 2 ലാംഗ്വേജ് പേപ്പർ 1 എന്ന് പറയുന്നത് സെലക്ട് ചെയ്യേണ്ടത് ഏത് തന്നെയാണ്. അതാണ് ലാംഗ്വേജ് പേപ്പർ 1 എന്ന് ഇവിടെ ഉണ്ട്, കണ്ടോ, ലാംഗ്വേജ് പേപ്പർ 1 അത് സെലക്ട് ചെയ്യേണ്ടത് മലയാളം തന്നെ സെലക്ട് ചെയ്യണം. മലയാളത്തിൻ്റെ ഇവിടെ ബബിൾ ചെയ്യുക, അതിനുശേഷം ഇവിടെ ഉത്തരത്തിലേക്ക് എഴുതുക. അതൊരിക്കലും ഇത് വിട്ടു പോകരുത്. എന്ത് എഴുതുന്നത്, ഈ ഒരു ബബിൾ ചെയ്യുന്നത് ഒരിക്കലും വിട്ടു പോകരുത്. വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്നുള്ളതാണ്. ഇനി പാർട്ട് 3 എന്തായിരിക്കണം, നമ്മൾ ചൂസ് എനി വൺ ആണ് നമ്മൾ ചൂസ് ചെയ്തത് ഇംഗ്ലീഷ് ആവും അല്ലെ. ഇംഗ്ലീഷ് ആണെങ്കിൽ അത് ഇംഗ്ലീഷ് തന്നെ എന്ത് ചെയ്യുക, ചൂസ് ചെയ്തിട്ട് ഇവിടെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അത് മാറിപ്പോകരുത്. ആപ്ലിക്കേഷൻ അയച്ച സമയത്ത് എന്താണോ അത് തന്നെ എഴുതണം എന്നുള്ളതാണ്. ബാക്കിയുള്ള കാറ്റഗറി 2ന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നെയിം അതേ തന്നെയാണ്. ആൽഫബറ്റ് കോഡ് ഏതാണ് വെച്ചാൽ ആ സെറ്റ് എഴുതണം, ബുക്ക്ലെറ്റ് നമ്പർ എഴുതണം, റോൾ നമ്പർ എഴുതണം, സിഗ്നേച്ചർ ചെയ്യണം. അതുപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന പേപ്പർ എഴുതേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത് കഴിഞ്ഞാൽ പാർട്ട് 1 നമ്മൾ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ബബിൾ ചെയ്യുക. ഇനി സോഷ്യൽ സയൻസ് ആണെങ്കിൽ അത് താഴെ ബബിൾ ചെയ്യുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ ഭാഗം കറുപ്പിച്ച ശേഷം സോഷ്യൽ സയൻസിൻ്റെ 31ാമത്തെ ചോദ്യം ഏതാണോ അതിങ്ങനെ ചെയ്തു പോവുക കേട്ടോ, 90 വരെ ചെയ്തു പോവുക എന്നുള്ളതാണ്. പാർട്ട് 2ലും അതേപോലെ തന്നെ സൂക്ഷിക്കേണ്ടത് ചൂസ് എനി വൺ. ലാംഗ്വേജ് 1 നമ്മൾ മലയാളമാണ് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ മലയാളത്തിൻ്റെ ഭാഗം കറുപ്പിക്കണം. ഇനി ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യുമെങ്കിൽ ഇംഗ്ലീഷ് കറുപ്പിക്കുക. പാർട്ട് 3 ലാംഗ്വേജ് പേപ്പർ 2 അതെന്താണ് നമ്മൾ ചൂസ് ചെയ്തത് എവിടെ ഉണ്ടാവും, ഹോൾ ടിക്കറ്റിൽ. നമ്മളിവിടെ ഹോൾ ടിക്കറ്റ് നമ്മൾ കാണിച്ചു തന്നില്ലേ, ഹോൾ ടിക്കറ്റിന്റെ ഈ ഭാഗത്തായിട്ട് ഏത് ഭാഗത്ത് തുടക്കത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അത് അപ്ലൈഡ് കാറ്റഗറി ഉണ്ടാവും, അതുപോലെ തന്നെ അത് ലാംഗ്വേജ് പേപ്പർ ഏതാണ് ചൂസ് ചെയ്തത് അത് അവിടെ ഉണ്ടാവും. ആ കാര്യം അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചൂസ് ചെയ്യാൻ. അത് ചൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പരീക്ഷാ പേപ്പർ അസാധുവാകും, OMR ഷീറ്റ് അസാധുവാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി വെക്കണം. കാറ്റഗറി 3ന്റെ കേസാണെങ്കിലും അതേപോലെ തന്നെ നമ്പർ എഴുതണം, റോൾ നമ്പർ എഴുതണം, ബുക്ക്ലെറ്റ് നമ്പർ എഴുതണം, അതുപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ പേര് എഴുതണം, കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ ഇടണം, ഇൻവിജിലേറ്റർ സൈൻ ചെയ്തു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇവിടെ പാർട്ട് 1 അഡോളസൻറ്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത് എത്ര മാർക്കിന് വരും, 40 മാർക്കിന് വരും. അത് പാർട്ട് A നമ്മളത് കറക്റ്റായി എഴുതുന്നു. പാർട്ട് 2 അതേതായിരിക്കും, ലാംഗ്വേജ് ആണ്, നമ്മൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കും പാർട്ട് കാറ്റഗറി 3കാർ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അത് മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, തമിഴാണെങ്കിൽ തമിഴ്, അത് കന്നഡയാണെങ്കിൽ കന്നഡ. അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ചൂസ് എനി വണ്ണിൻ്റെ താഴെ ബബിൾ ചെയ്തിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ, സബ്ജക്റ്റ് സ്പെസിഫിക് പേപ്പർ ഏതാണോ, നിങ്ങൾ സോഷ്യൽ സയൻസുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ സയൻസ് ഇവിടെ ഉണ്ട് കണ്ടോ, സോഷ്യൽ സയൻസ് എന്നുണ്ട്, ഫിസിക്കൽ സയൻസ് എന്നുണ്ട്, നാച്ചുറൽ സയൻസ് എന്നുണ്ട്. സോഷ്യൽ സയൻസുകാർ സോഷ്യൽ സയൻസ് എന്നുള്ളതും ഫിസിക്കൽ സയൻസുകാർ ഫിസിക്കൽ സയൻസ്. അപ്പോൾ ഇനി നിങ്ങളിപ്പോൾ മലയാളം ആണ് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് എങ്കിൽ മലയാളം അവിടെ ചൂസ് ചെയ്യുക. അവിടെ അതിൽ ചൂസ് എനി വൺ ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അതിനുശേഷം അത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. അത്രയും കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും പേജ് 3 അക്കാദമിയുടെ വിജയാശംസകൾ. പോയി പരീക്ഷ എഴുതുക, വിജയിച്ചു വരിക. ഉടൻ തന്നെ LP UPക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പുറകെ നിങ്ങൾ ഓടുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.